1 പത്രോസ് 3 അധ്യായം. വിവിധ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹത്തിലും വിശ്വാസത്തിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളുടെ സമയങ്ങളിലും ക്രിസ്ത്യാനികൾ എങ്ങനെ പെരുമാറണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്നു. ഭാര്യമാർക്കുള്ള നിർദ്ദേശങ്ങളോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്, വിശ്വസിക്കാത്തവർ പോലും അവരുടെ പെരുമാറ്റത്താൽ ആകർഷിക്കപ്പെടുന്നതിന്. അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആന്തരിക സൗന്ദര്യത്തിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ട ഒരു സൗമ്യവും ശാന്തവുമായ ആത്മാവിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭാര്യമാരെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വസ്തയായ ഭാര്യയുടെ ഉദാഹരണമായി സാറയെ ഉദ്ധരിക്കുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാരോട് ബഹുമാനത്തോടും വിവേകത്തോടും കൂടി പെരുമാറണമെന്നും അവരെ ജീവന്റെ കൃപയുടെ സഹാവകാശികളായി അംഗീകരിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ട്. ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് ഈ പരസ്പര ബഹുമാനം അത്യാവശ്യമാണ്. തുടർന്ന് പത്രോസ് എല്ലാ വിശ്വാസികളെയും പരസ്പരം കരുണയും വിനയവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് യോജിപ്പോടെ ജീവിക്കാൻ ഉദ്ബോധിപ്പിക്കുന്നു. തിന്മയ്ക്ക് തിന്മ പകരം നൽകാനല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്മ ചെയ്തിന് കഷ്ടപ്പെട്ടാലും അവർ ഭാഗ്യവാന്മാരാണെന്ന് അവൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ എപ്പോഴും തങ്ങൾക്കുള്ള പ്രത്യാശ വിശദീകരിക്കാൻ തയ്യാറായിരിക്കണം. മറിച്ച് സൗമ്യതയോടും ആദരവോടും കൂടിയായിരിക്കണം. കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ സ്വന്തം മാതൃകയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അധ്യായം അവസാനിക്കുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതെന്നു നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്കു കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തു ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന്നു കീഴ്പ്പെട്ടുമിരിക്കുന്നു.